ഹായ് ഗൈസ്, ഗ്രീറ്റിംഗ്സ് ഓഫ് ദി ഡേ, ദി നെക്സ്റ്റ് ഡേ അറ്റ് ദി ജിം. സോ ആദ്യം തന്നെ വാം അപ്പ്, ഗ്രൗണ്ട് എക്സസൈസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സോ ഇതാണ് മോസ്റ്റ്ലി ഞാൻ ഫസ്റ്റ് തന്നെ തുടങ്ങാറ്. ഇങ്ങനത്തെ സ്ട്രെച്ചിങ് കാര്യങ്ങൾ വെച്ചിട്ടാണ് തുടങ്ങാറ്. എപ്പോഴും വാം അപ്സ് കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഇഞ്ചുറീസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഷോൾഡർ റൊട്ടേഷനും അതേപോലെ തന്നെ ഹിപ്പ് റൊട്ടേഷന്, നീ റൊട്ടേഷന് അതൊക്കെ മാക്സിമം എന്തായാലും ചെയ്യുക. കാരണം ഈ ഭാഗത്തൊക്കെയാണ് പെട്ടെന്ന് ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ റിക്കവർ ആവാൻ നല്ല പണിയാണ്. സോ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്ത റെസിസ്റ്റന്റ് ബാൻഡ് ആണ്. റെസിസ്റ്റന്റ് ബാൻഡ് കുറച്ചൊരു സ്ട്രോങ് റെസിസ്റ്റന്റ് ബാൻഡ് ആയിരുന്നു. പക്ഷേ ഇത് എന്താ പറയുക, എനിക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. ഇത് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. അത് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും കോൺട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും വളരെ സ്ലോ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് നമ്മൾ മസിൽസ് വെച്ച് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാണ്. സോ ഇതൊക്കെ ഇഞ്ചുറി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അതിനുശേഷം അബ്ഡോമിനൽ ലോവർ ട്വിസ്റ്റ് ചെയ്ത് പിന്നെ ത്രെഡ്മില്ലിൽ അല്പം വാക്കിംഗ് ആയി. വാക്കിങ്ങിന് ശേഷം കുറച്ചു നേരം ജോഗിങ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആപ്സിന് ക്രഞ്ചസ് ചെയ്തു. ഞാൻ ആപ്സ് ക്രഞ്ച് മെഷീൻസ് കുറേ കൂടി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് എന്താണെന്ന് അറിയില്ല, നമ്മളെ ക്രഞ്ചസ് ചെയ്യുമ്പോൾ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു മസിലില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ തോന്നി. മെയിനായിട്ട് അപ്പർ ആപ്സിനാണ്. സോ ലോവർ ആപ്സിന് വേണ്ടിയിട്ട് ഈ റോൾസ് ഞാൻ യൂസ് ചെയ്തു. എന്നിട്ട് അത് അധികമൊന്നും ചെയ്തില്ല. ഈ റോൾസ് എന്താ അറിയില്ല, ഈ റോൾസിൽ ചെയ്യുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്കായിട്ട് കൂടുതൽ പോണ പോലെ തോന്നി. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്നലെ ഒരു 5 കിലോന്റെ വെയിറ്റ് ഇട്ടിട്ടാണ് പുള്ളപ്പ് അടിച്ചത്. അപ്പൊ ഇന്ന് 10 കിലോ ആക്കിയിട്ട് പുള്ളപ്പ് അടിച്ചോക്കാൻ നോക്കി. പക്ഷെ അത്ര ഒന്നും പോയിട്ടില്ല. പിന്നെ തിരിച്ച് 5ലേക്ക് തന്നെ വന്നു കേട്ടോ. അതിന്റെ ശേഷം ഡെഡ് ലിഫ്റ്റ്. ഇത് ബാർബെല്ല് ഡെഡ് ലിഫ്റ്റ്. ഇന്നാളെ ഞാൻ മെഷീനിലാണ് ഡെഡ് ലിഫ്റ്റ് ചെയ്തെങ്കിൽ ഇപ്പൊ ബാർബെല്ലാണ് ചെയ്തത്. ഇത് ബാക്ക് ഷോൾഡറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. കേബിൾ ക്രോസ് എക്സ്റ്റൻഷൻ. ഇതും ഇതേപോലെ ഒരു 3 സെറ്റ് ചെയ്ത്, ഇത് നമുക്ക് അങ്ങനെ വളരെ ലോവർ വെയ്റ്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. അതിന്റെ ശേഷം എന്ത് ചെയ്ത് ഷോൾഡർ ഡംബൽ പ്രസ് ആണ് ചെയ്തത്. പിന്നെ എപ്പോഴും പ്രോഗ്രസീവ് വെയ്റ്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ അതിന്റെ ശേഷം എന്ത് ചെയ്ത് സൈഡ് ഫ്ലൈസ് ചെയ്തു, ഡെൽറ്റോയിഡിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അതിന്റെ ശേഷം ഡംബൽ കേൾസ് ഫോർ ബൈസെപ്സ്. ഞാനിത് സൂപ്പർ സെറ്റ് ആയിട്ടാണ് ചെയ്തത്. വൺസ് ഡംബൽ കേൾസ് ചെയ്യും, പിന്നെ അതിന്റെ ശേഷം മെഷീനിൽ ട്രൈസ് ചെയ്യും, പിന്നെയും ഡംബൽ കേൾസ് ചെയ്യും, മെഷീനിൽ ട്രൈസ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ അതിന്റെ ശേഷം ചെയ്തത് പ്രീച്ചർ കേൾസ് വിത്ത് ഡംബൽസ് ആണ് ചെയ്തത്. അതും അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ശേഷം ലെഗ് കേൾസ് ചെയ്തു. കുറച്ച് ദിവസമല്ലേ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ, അത് കാരണം എല്ലാം കൂടി മിക്സ് ചെയ്ത് കളിക്കണം. എല്ലാ മസിൽ ഗ്രൂപ്പ്സിനും വേണ്ടിയിട്ട് കളിക്കുകയാണ്. അതിന്റെ ശേഷം ലെഗ് പ്രസ് ചെയ്ത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ബിൻഷാദ്.